വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കല്ലറ മുൻപിൽ കർത്തൻ വരും. നാളുനാളായാലും നാട്ടം ഭവിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ തകർത്തിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർത്തിടുമ്പോൾ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ദൈവത്തിന് സ്തുതി. നമ്മുടെ ധ്യാന യോഗ നടപടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് വേദവായന. എൽസ.
ആർക്കുമോർ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഒരു സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. ദൈവം എന്നെ ഓർത്തു, അവൻ്റെ കരുണ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് ഉള്ളതാകുന്നൊരു ഭാഗം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിനി ഒരു വാക്ക് ഇവിടെ കൂട്ടി പറഞ്ഞാലും കുറച്ച് പറഞ്ഞാലും അത് അധിക പ്രസംഗമാകും. കാരണം എൻ്റെ പ്രസംഗം ഇനി കേൾക്കാനും എൻ്റെ പ്രസംഗം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയില്ല. ഇന്ന് എവങ്കേലിയൻ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ പറയുവാനും പറഞ്ഞു കൂട്ടുവാനും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ജീവിതം കൊണ്ടും ജീവിതത്തിലും കാണിച്ചു കൊടുക്കുവാനും അപ്രകാരം കാണിച്ചു കൊടുക്കുന്ന ജീവിതങ്ങളും കുറവുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ബോധ്യമുള്ള മനുഷ്യർ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്ന ഒരു കാലഘട്ടം സംജാതമായിരിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു കാലത്തിൽ ദൈവികമാകുന്ന ഇടപെടലിനാൽ ഇന്ന് ഈ ദേവാലയത്തിൽ പരിശുദ്ധ സുറിയാനി സഭയുടെ മഹാപൗരോഹിത്യ ഗണത്തിലേക്ക് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന നിയുക്ത മെത്രാപ്പൊലീത്ത അദ്ദേഹത്തിൻ്റെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അദ്ദേഹം അവയവദാനം നടത്തിയതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് കടന്നു വരുന്ന ദേവാലയം നമ്മുടെ ദേവാലയമായിരുന്നു. അതുപോലെ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പുതിയ ദൗത്യവുമായിട്ട് പോയപ്പോഴും ഈ ദേവാലയമാണ് അദ്ദേഹത്തിന് ഇടത്താവളമായിട്ട് ദൈവം ഒരുക്കിയത്. മഹാപൗരോഹിത്യ ഗണത്തിലേക്ക് പരിശുദ്ധ സഭ അദ്ദേഹത്തെ വിളിച്ച് അടുപ്പിച്ചപ്പോഴും ആ സമയത്തും പരിശുദ്ധ സഭയുടെ ഒരു കരുതൽ ഈ ഇടവകയ്ക്ക് പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏകദേശം അടുത്ത 14-ാം തീയതിയോ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചൊക്കെ തേറോസോ ഉത്തമ തയ്യാറാക്കാരനായിട്ട് ആ ഒരു വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിക്കും. ചുരുങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ദൈവഹിതത്താൽ ഈ പുണ്യപ്പെട്ട ഇടം ദൈവം തിരഞ്ഞെടുത്തതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ ഇടം, നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നതാകുന്ന ആ ഇരിപ്പിടവും ഈ പള്ളിയുടെ ഓരോ പരിസരവും ഒക്കെ അതിവിശുദ്ധമാകുന്ന ഒരു സ്ഥലമാകുന്നു. നാം നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും നല്ലതിനെപ്പറ്റി ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ നന്മകൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെയൊക്കെ സംഭവങ്ങൾ നമ്മളെയൊക്കെ ഒത്തിരി കൂടുതൽ തീക്ഷ്ണതയുള്ളവരും കൂടുതൽ ഭയമുള്ളവരുമാക്കുകയാണ്. അതുകൊണ്ട് നാം നിൽക്കുന്നത് അഗ്നി നിറഞ്ഞതാകുന്ന ദൈവിക സാന്നിധ്യം നിഴലിക്കുന്നതാകുന്ന ഒരു ഇടത്താകുന്നു. ആ ഇടത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുറവുള്ളവരായി ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് നിൽക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാധിക്കട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൽ ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസ സംരക്ഷണ സമിതിയും ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളാകുന്ന യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം, സൺഡേ സ്കൂള്, എൽഡേഴ്സ് ഫോറം, എല്ലാ ഭക്തസംഘടനകളും ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ സഹകരിച്ചു. തുടർന്നും ഞാൻ പള്ളി രാവിലെ വിളിച്ചു പറഞ്ഞാൽ ഇത്രയും പേരൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ ധ്യാനം നടത്തിയിട്ടും ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി വെച്ചാൽ ഒരു 20-25 പേരൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളിവിടെ ആ വാക്കിനെ, നിങ്ങളിൽ ഏറ്റവും കുറവുള്ളവനാകുന്ന എൻ്റെ ആ വാക്കിനെ നിങ്ങൾ കേട്ടു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകുകയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ പങ്കെടുത്തതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടവും ഒരു കുറവും ഉണ്ടാകുകയില്ല. മറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളവരും ബോധ്യമില്ലാത്തതാകുന്ന ഈ ലോകത്തിൽ സ്വയം ബോധ്യമുള്ള ജീവിതത്തെ നമുക്ക് ജീവിക്കുവാനും ബോധ്യമുള്ള ജീവിതത്തെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ ദൈവീകമാകുന്ന ബോധ്യമുള്ള സഹജീവികളെ കരുതുന്ന നന്മയുള്ള നല്ലൊരു മഹാപൗരോഹിത്യത്തിൻ്റെ ഉടമയായി തീരുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിക്കട്ടെ. അച്ഛൻ്റെ വചനം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ ഇടവകയ്ക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ദേശത്തിന്, നാം വിട്ടുപിരിഞ്ഞു പോന്നിട്ടുള്ളതാകും നമ്മുടെ ഭവനങ്ങൾക്കെല്ലാം അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമായി തീരട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ. സ്നേഹം നിറഞ്ഞ ഷിബു അച്ഛനെ ധ്യാന പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളെ അടച്ച് തലകളെ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ നമിച്ച് ഏറ്റവും എളിമയോടെ, ഏറെ വിനയത്തോടെ, വിശ്വാസത്തോടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. 9 മാസം നിന്നെ വഹിച്ച ജനനിയെ ഓർത്ത് ക്രോധാതിൻ്റെ ഞങ്ങളിൽ നിന്നും ചേർന്ന് പാടാം. 9 മാസം നിന്നെ വഹിച്ച ജനനിയെ ഓർത്ത് കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായി നല്ല മധ്യാഹ്ന സമയത്തിൽ നിന്റെ മക്കളാകുന്ന ഞങ്ങൾ നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദൈവം തമ്പുരാനെ, അടിയങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ആത്മീയമായ ഉപദേശങ്ങൾ കേൾക്കുവാനുള്ള വലിയ വാഞ്ചയോടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദൈവം തമ്പുരാനെ, വ്യക്തിപരമായ ഞങ്ങളുടെ ജീവിതത്തോട് അവിടുത്തെ ആത്മാവ് മാത്രം സംസാരിക്കണമേ എന്നപേക്ഷിക്കുന്നു. കൂടി വന്നിരിക്കുന്ന നിന്റെ ജനത്തെ ദൈവമേ, അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിൽ ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ ആചാര്യനെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവ് ദൈവമേ, തിരുനാമ മഹത്വത്തിന് മാത്രം കാരണമായി തീരണമേ. പരിശുദ്ധയായ ദൈവമാതാവേ, വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ബാവ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിന്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ വർദ്ധിക്കേണ്ടുന്നതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക.
നമുക്കേവർക്കും ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം തിരുവചനം. നമ്മൾക്ക് പരിചിതമായ പഴയ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, നിനക്ക് നന്മ വരാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കും. ഒരുപാട് ആവർത്തി നമ്മൾ കേട്ട് തഴമ്പിച്ചു പോയ ഒരു വേദവാക്യം. അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു മാഗസിനിൽ മുഖചിത്രമായി അച്ചടിച്ചു വന്ന ഒരു പടമുണ്ട്. ആ ചിത്രത്തിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. ചിത്രം എന്താണെന്ന് ചോദിച്ചാൽ, നാട്ടിൽ അലക്ക് കല്ലിൽ തുണി അടിച്ച് കഴുകുന്ന ഒരമ്മയുടെ ചിത്രം. ഒരു സാധാരണ ചിത്രം. പക്ഷേ ഈ സാധാരണ ചിത്രത്തെ അസാധാരണമാം വിധം വ്യത്യസ്തമാക്കി തീർത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചിത്രത്തിനടിയിൽ അടിക്കുറിപ്പ് എന്നോണം കൊടുത്ത ഒരു കൊച്ചു വാചകം എന്താണെന്നറിയാമോ? അമ്മ അടിക്കുന്നതെല്ലാം അഴുക്ക് കളയാൻ വേണ്ടി മാത്രം. മനസ്സിലായോ? തിരിയുന്നവന് തിരിയും അല്ലേ? അല്ലാത്തവരോ നട്ടം തിരിയും. അലക്ക് കല്ലിൽ തുണി അടിച്ച് കഴുകുന്ന അമ്മയുടെ ചിത്രത്തിന് താഴെ എഴുത്തുകാരൻ എഴുതി വെച്ച ഏറെ ചിന്തനീയമായൊരു വാചകമാണത്. എന്താ? അമ്മ അടിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാ? അഴുക്ക് കളയാൻ. അലക്ക് കല്ലിൽ അമ്മ തുണി അടിക്കുന്നത് വസ്ത്രത്തിലെ അഴുക്ക് കളയാനാണെങ്കിൽ, അമ്മ തൻ്റെ കുഞ്ഞിനെ അടിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവൻ്റെ ജീവിതത്തിൻ്റെ അഴുക്ക് കളയാൻ. ജീവിതത്തിൽ അഴുക്കുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? എൻ്റെ അമ്മ എന്നെ അടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. ആദ്യം പറഞ്ഞ വാചകം ഞാൻ വായിച്ചതാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് കൂടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ഭൂമിയിൽ ജീവനോടില്ല. എൻ്റെ അപ്പച്ചൻ എപ്പോഴും പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: എന്തുകൊണ്ട് എൻ്റെ പിതാവ് മദ്യപാനത്തിന് അടിമയായില്ല എന്നതിന് നേർസാക്ഷ്യം എന്നോണം പറഞ്ഞു. ചെറുപ്പത്തില് കൂട്ടുകൂടി ഒരു ദിവസം കള്ളു കുടിച്ച് ബോധം കെട്ട് വയലിലെ വരമ്പിൽ വീണ് കിടക്കുന്ന സമയത്ത് ആരോ വന്നിട്ട് എൻ്റെ അപ്പച്ചൻ്റെ അമ്മയോട്, വല്യമ്മയോട് പറഞ്ഞു, വിത്തപ്പങ്ങളെ, ചെറുക്കൻ കള്ളു കുടിച്ച് വയലിൽ കിടപ്പുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ വീടിൻ്റെ മുറ്റത്ത് കിടന്ന ഒരു വലിയ വിറകുകൊള്ളി എടുത്തുകൊണ്ട് പോയി എന്നാ പറഞ്ഞു. പോയി വഴിയിൽ കിടക്കുന്ന, വയൽ വരമ്പിൽ വീണ് കിടക്കുന്ന എൻ്റെ അപ്പച്ചനെ അടിക്കാൻ തുടങ്ങി. ആളുകൾ വട്ടം കൂടി. ഈ വാർത്ത പറഞ്ഞവൻ തന്നെ വല്ലാതെ പേടിച്ചു. ഓടി വന്ന് കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി തല്ലരുത്, തല്ലിയ കൊച്ച് ചത്തുപോകും. ദാക്ഷിണ്യമില്ലാതെ എൻ്റെ വല്യമ്മ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് പോലും: ചത്ത കുഴപ്പമില്ല, മലങ്കരക്കുന്ന് പള്ളിയിൽ കുഴിച്ചിടാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്. എൻ്റെ അപ്പച്ചൻ അഭിമാനത്തോടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി പറഞ്ഞ വാചകം ഇതാണ്: അന്ന് ആ വയൽ വരമ്പിൽ വെച്ച് സ്വന്തം അമ്മയുടെ കാല് തൊട്ട് സത്യം ചെയ്തായിരുന്നു. എന്ത്? ഇനിയൊരിക്കലും മദ്യപിക്കില്ല. സ്നേഹമുള്ളവരെ,
അമ്മ അടിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അഴുക്ക് കളയാൻ വേണ്ടിയാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിനക്ക് നന്മ വരാ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ എന്ത് ചെയ്യണം? നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. ഈ കാലത്തിനൊരു കുഴപ്പമുണ്ട്. പണ്ട് കാലത്ത് എന്തൊക്കെ തെറ്റ് ചെയ്യുന്നവരും ജീവിതത്തിൽ മനുഷ്യന്റെ പ്രായത്തെയും സ്ഥാനത്തെയും ഒക്കെ മാനിച്ചിരുന്നു. ഇന്ന് വിദ്യാഭ്യാസം കൂടിയപ്പോ, വിവരം ചേർത്ത് പറയാൻ പറ്റില്ല, വിദ്യാഭ്യാസം കൂടിയപ്പോ നമുക്ക് ജീവിതത്തിൽ പ്രായത്തെ മാനിക്കാൻ മനസ്സില്ല, സ്ഥാനത്തെ മാനിക്കാൻ മനസ്സില്ല, ആരോടും വായിൽ തോന്നിയതൊക്കെ പറയാൻ നമുക്ക് ധൈര്യമാണ്. എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ മുതിർന്ന സഹോദരങ്ങളോ എന്നോടൊരു കാര്യം പറയുമ്പോൾ ഞാൻ വിനയപൂർവ്വം കേട്ടു നിന്നാലേ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും വിജയം ഉണ്ടാകും. തട്ടിക്കയറാൻ തുടങ്ങിയ ജീവിതം എവിടെയും എത്തില്ല. സ്നേഹമുള്ളവരെ, പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, അമ്മ അടിക്കുന്നതെല്ലാം ജീവിതത്തിൻ്റെ അഴുക്ക് കളയാൻ വേണ്ടിയാണ്. പലപ്പോഴും ജീവിതത്തിൽ അമ്മയും അപ്പനുമൊക്കെ ചില അതിരുകളൊക്കെ നിശ്ചയിക്കുമ്പോൾ നമുക്കത് വല്ലാതെ അസ്വസ്ഥതയ്ക്കൊക്കെ കാരണം. പക്ഷേ ഈ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഓർക്കണം, പിന്നെ ഇതിനൊക്കെ തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന് വിശുദ്ധ എവൻഗേലിയോൻ വായിച്ചു കേട്ടു. 2 മക്കള്, ഒരാള് പറഞ്ഞു, പിതാവേ ഞാൻ പോകാം. അവൻ എന്ത് ചെയ്തില്ല? പോയില്ല. രണ്ടാമത്തവനോ മനസ്സില്ലാന്ന് പറഞ്ഞു, പക്ഷെ അവന് മനസ്താപം ഉണ്ടായി. ഇതാണ് നമുക്ക് ആവശ്യം. ജീവിതത്തിൽ എവിടെയെങ്കിലും വീണു എന്നതൊന്നൊരു പരാജയമല്ല, വീണിടത്തുനിന്ന് എണിക്കാതിരിക്കുന്നതാണ് പരാജയം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വല്ലാതെ പങ്കുവെക്കപ്പെട്ടൊരു വീഡിയോ നമ്മൾ കണ്ടു. കണ്ടവരുടെയൊക്കെ കണ്ണ് അപ്പം തന്നെ വല്ലാതെ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ഏതായിരുന്നു? നാട്ടിൽ ഒരു പുരോഹിതൻ വിവാഹ കൂദാശ ആശീർവദിക്കാൻ തുടങ്ങിയ പാടെ അച്ഛൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന വീഡിയോ. വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു വീഡിയോ. ആ വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് ഒത്തിരിയേറെ കമന്റുകൾ ഇട്ടത് ഞാൻ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ ഒത്തിരി പേരെഴുതി, ഭാഗ്യപ്പെട്ട മരണം, അനുഗ്രഹീതനായ ആചാര്യൻ എന്നൊക്കെ തുടങ്ങി ഒരുപാട് എഴുതിയപ്പോ ഒരാൾ എഴുതിയ കമന്റ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അയാൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: അവസാനമായി ഉച്ചരിച്ച വാചകം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാ. എന്തൊരു ഭാഗ്യല്ലേ! ഒരു വിവാഹ കൂദാശ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ പുരോഹിതൻ അംശവസ്ത്രം ധരിച്ച് നിത്യതയിലേക്ക് എടുക്കപ്പെട്ടു എന്നതിനേക്കാൾ എന്നെ സ്വാധീനിച്ച വാചകം അത് തന്നെയാണ്. ജീവിതത്തിന്റെ അവസാനം പുരോഹിതൻ ഉച്ചരിച്ച വാക്കാണെന്ത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എല്ലാവർക്കും ഒന്നും കിട്ടണ ഭാഗ്യമൊന്നും അല്ല. പക്ഷെ ഓർക്കണം, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് സ്വന്തം അമ്മയും അപ്പനും ചില മുതിർന്നവരുമൊക്കെ ചില അരുതുകൾ വെക്കുമ്പോൾ അവരോട് തട്ടിക്കയറിയിട്ട് കിടന്നുറങ്ങാൻ പോയാൽ എഴുന്നേക്കുന്ന ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞ് സൂര്യൻ അസ്തമിക്കുക എന്ന് അക്ഷരാർത്ഥത്തിൽ നിന്ന് എടുക്കണ്ട. ഏറ്റവും മിനിമം കിടക്കാൻ പോകുന്നതിന് മുമ്പെങ്കിലും അതൊന്ന് തീർക്കണം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നിനക്ക് നന്മ വരാ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം. ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ഏറെ സ്നേഹിക്കുന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനും ജീവിതവുമൊക്കെ അത്
ചോര നീരാക്കി തന്നവർ തന്നെയാണ് ആര്? നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. 15 നോമ്പ് പ്രാർത്ഥനാപൂർവം എടുത്ത് നമ്മളിങ്ങനെ വ്രതശുദ്ധിയോടെ നടക്കുന്ന ദിവസങ്ങളാണ് ഇതല്ലേ. പരിശുദ്ധ അമ്മയെ ഓർത്ത് മധ്യസ്ഥയാചനയൊക്കെ നടത്തുന്ന സമയത്ത് ഒരുപാട് അനുഗ്രഹമുണ്ട്. പക്ഷേ മറന്നു പോകരുത്, ജന്മം നൽകിയ അപ്പനെയും അമ്മയെയും ആദരിക്കാനായി. മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനായിരിക്കുന്ന സ്വാമി സന്ദീപാനന്ദഗിരി ഒരുപാട് പ്രഭാഷണമൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഇത്തിരി വിവാദത്തിനൊക്കെ തിരികൊളുത്തിയെങ്കിലും അദ്ദേഹം പണ്ട് പറഞ്ഞ വാചകം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, മലയാളിക്ക് പറ്റിയ പരാജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് എന്താണെന്നറിയാമോ? ആശ്രമത്തിലെ സ്ത്രീയെ അമ്മയെന്ന് വിളിച്ചാദരിക്കുകയും സ്വന്തം അമ്മയെ തള്ളേ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക മലയാളിയുടെ പരാജയം. പരിശുദ്ധ ദൈവമാതാവിനോട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന അനുഗ്രഹീതമായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായി ദൈവം അനുഗ്രഹം തരുമെന്നുള്ളതിന് രണ്ട് പക്ഷം ഇല്ല. പക്ഷേ ആ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? നിനക്ക് നന്മ വരാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ ആരെ ബഹുമാനിക്കണം? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ജന്മം നൽകിയവരെ നൊമ്പരപ്പെടുത്തിയിട്ട്, ജന്മം നൽകിയവരുടെ കണ്ണുനീര് വീഴിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാണെന്ന് തിരിച്ചറിയണം. പലപ്പോഴുള്ള പ്രശ്നം അച്ഛനെവിടെ നിന്നൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതിൻ്റെ ഒക്കെ കയ്യിലിരിപ്പ് കണ്ടാൽ സ്നേഹിക്കാൻ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു നാളിൽ വീടും നാടും ഒക്കെ വിട്ട് അന്യനാട്ടിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ബഷീർ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ മുടിയൻ പുത്രന് സുബോധം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇത്തിരി ബോധം ഉണ്ടായ സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇന്നത്തെ കാലം പോലെ വലിയ വാർത്താവിനിമയ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലാനുള്ള തൻ്റെ തീരുമാനമൊന്നും വിളിച്ചറിയിക്കാൻ മാർഗമില്ല. ബഷീർ യാത്ര ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വല്ലാതെ വൈകി, ഇരുട്ട് നന്നായി കയറിയിരുന്നു. പേടിച്ചരണ്ട മനസ്സുമായിട്ടാണ് ബഷീർ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തൊക്കെ പുകിലുണ്ടാകുമെന്ന് അറിയില്ല. പക്ഷേ പേടിച്ചരണ്ട മനസ്സുമായി ബഷീർ തൻ്റെ വീടിൻ്റെ മുൻവശത്തെ മുറ്റത്തെത്തി. പതുക്കെ ശബ്ദമുണ്ടാക്കാതെ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്തു വെച്ച മാത്രയിൽ സ്വിച്ച് ഇട്ടതുപോലെ ബഷീറിൻ്റെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഉമ്മ വന്ന് തുറന്നു. ബഷീർ ഞെട്ടിപ്പോയി. കാരണം താൻ ഇന്ന് തിരികെ ചെല്ലുന്ന തീരുമാനം ഭൂമിയിൽ തനിക്കും തൻ്റെ തമ്പുരാനും അല്ലാതെ ആർക്കും അറിയില്ല. ആരാണ് തൻ്റെ ഉമ്മയോട് താൻ ഇന്ന് തിരികെ വരുമെന്നുള്ള വാർത്ത പറഞ്ഞറിയിച്ചതെന്നറിയാതെ ബഷീർ ഇങ്ങനെ അമ്പരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വാതിൽ തുറന്ന ഉമ്മ ബഷീറിനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും തുരുതുരാ ഉമ്മ വെക്കുന്ന സമയത്ത് ഉമ്മയുടെ തോളിൽ കിടന്ന് ബഷീർ ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയാമോ? തൻ്റെ വീടിനകത്ത് ഡൈനിങ് ടേബിൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പലകയ്ക്ക് 4 പട്ടിക കഷ്ണം വെച്ചടിച്ച ഒരു മേശപ്പുറത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കും. ഈ മണ്ണെണ്ണ വിളക്കിനരികെ ആവി പാറുന്ന ചൂടുള്ള ഭക്ഷണവും വിളമ്പി വെച്ചു. എത്രയും കണ്ടപ്പോൾ ബഷീറിന്റെ പിടിവിട്ടുപോയി. ഇതാരോ ഓതിക്കൊടുത്ത കാര്യമാണ്, ആരാണെന്ന് അറിയാതിരിക്കാൻ പറ്റില്ല. ഉമ്മയുടെ തോളിൽ ചാഞ്ഞു കിടന്ന ബഷീർ പതുക്കെ ഉമ്മയോട് ചോദ്യം ചോദിച്ചു, ഉമ്മ, ഞാൻ ഇന്ന് വരുമെന്നുള്ള കാര്യം ആരാണ് എൻ്റെ ഉമ്മയോട് പറഞ്ഞത്? ബഷീറിൻ്റെ ഉമ്മ പറഞ്ഞ മറുപടി നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
എൻ്റെ മോനെ, ഈ ഇന്ന് വരുമെന്നോ എന്ന് വരുമെന്നോ എന്നൊന്നും എനക്കറിയില്ല. പക്ഷേ എനക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മോന് എൻ്റെ അടുക്കൽ വരാതിരിക്കാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണ്ടേ. അതുകൊണ്ട് എൻ്റെ മോനെ, നീ ഈ വീടിൻ്റെ പടി വിട്ടിറങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും നിനക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് അതും വിളമ്പി വെച്ച് ഞാൻ നിന്നെയും കാത്ത് ഇവിടെ തന്നെ ഇരിക്കുക. സ്നേഹമുള്ളവരെ, മനസ്സിൽ തോന്നുന്ന ആശയം അതിനേക്കാൾ മനോഹരമായി അക്ഷരരൂപത്തിലാക്കാൻ അനുഗ്രഹം കിട്ടിയ വൈക്കം മുഹമ്മദ് ബഷീർ സുന്ദരമായി എഴുതി വെച്ചു എന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും കാണൂലേ, നമ്മുടെ അമ്മയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ. ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും പോയാൽ തിരികെ വരുന്നത് വരെ വഴിക്കണ്ണുമിട്ട് നമ്മളെ നോക്കിയിരിക്കുന്നത് ആര് മാത്രം? ആരാണ്? അമ്മ. ഇനി ഞാനോ നിങ്ങളോ ഒരു അപകടം പറ്റിയോ ഒരു രോഗം വന്നോ കിടക്കയിൽ കിടപ്പായി ശരീരം മുഴുവനും വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് നാട്ടം വെച്ച് ചലവും ചോരയും ഒക്കെ വമിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അറപ്പും വെറുപ്പുമില്ലാതെ എന്റെയോ നിങ്ങളുടെയോ മുറിയിൽ കടന്നു വരാൻ സാധ്യതയുള്ളത് രണ്ടേ രണ്ട് സ്ത്രീകൾക്കാണ്. ആർക്കൊക്കെയാ? ആദ്യമായിട്ട് കേൾക്കണല്ലേ. ഒന്ന് അമ്മ, ഉറപ്പാ. രണ്ടാമതോ? ശരിയാണ്, പക്ഷെ അതിന്റെ അടിയിലൊരു വാക്ക് കൂട്ടിച്ചേർക്കണമെന്നേ ഉള്ളൂ. ഭാര്യ തന്നെയാണ്. നല്ലവളാണെങ്കിൽ മാത്രം, അല്ലേ? ഞാനും നിങ്ങളും നാട്ടം വമിക്കുന്ന അവസ്ഥയിൽ കിടക്കുമ്പോൾ അറപ്പും വെറുപ്പുമില്ലാതെ നിറഞ്ഞ മനസ്സോടെ കയറി വരാൻ സാധ്യതയുള്ളത് രണ്ടേ രണ്ട് സ്ത്രീകൾ. ഒന്ന്, ജന്മം നൽകിയ അമ്മ. രണ്ട്, നല്ലവളാണെങ്കിൽ നിന്റെ ഭാര്യ എന്ന് ഞാൻ പറയില്ല, നിന്റെ ജീവിത പങ്കാളി. അത് ഭാര്യയാകാം, ഭർത്താവും ആകാം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ അമ്മയുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിനേക്കാൾ അപകടകരമായിട്ടൊന്നും ഇല്ല. സോഷ്യൽ മീഡിയയിൽ ഇറാനിയൻ ചിത്രകാരനായ ഒരു മനുഷ്യൻ വരച്ച ചിത്രമുണ്ട്. ആ ചിത്രം ഇത്തിരി വിവാദമൊക്കെ ആയെങ്കിലും ആ ചിത്രം നമ്മളൊന്ന് കാണേണ്ടുന്നതാണ്. എൻ്റെ പുതിയ പുസ്തകത്തിനകത്ത് ഞാൻ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിലത്ത് ഒരമ്മയുടെ രൂപം ചോക്ക് കൊണ്ട് വരച്ചിട്ട് ഒരു കൊച്ചു പെൺകുഞ്ഞ് അവളുടെ കാലിലെ ചെരുപ്പ് ആ ചിത്രത്തിന് പുറത്തൂരി വെച്ചിട്ട് ആ ചിത്രത്തിൽ അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കാണാൻ പറ്റും. ഒരു ഇറാനിയൻ ചിത്രകാരൻ വരച്ച ചിത്രമാണ്. അതൊരു അനാഥ ആലയത്തിലെ കുഞ്ഞാണെന്നും അല്ല എന്നൊക്കെ വാർത്തകൾ ഉണ്ടായെങ്കിലും ആ ചിത്രം നൽകുന്ന ചിന്തകൾ നമ്മൾ മറന്നു പോകരുത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് അറിയാമോ? അമ്മേ എന്ന് വിളിച്ച് കയറി ചെല്ലാനായിട്ടൊരു വീടുണ്ടാവുക എന്നതാണ്. അതെത്ര കാലം പറ്റും? അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാത്രം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വിദേശത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടുന്നില്ലെങ്കിലും ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ സ്നേഹത്തോടെ വിളിക്കാനും അവൾക്ക് സ്നേഹം കൊടുക്കാനും ഒരുപാട് കാലം പറ്റും. എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയെ മറന്നിട്ട് എങ്ങോട്ടും പോകരുത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഏകദേശം അവസാനിക്കാറായി. അമ്മയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് പോയാൽ വല്ലാത്ത അപരാധാവും, അല്ലേ? കാരണം വായിച്ച വേദഭാഗം എങ്ങനെയാണ്? നിനക്ക് നന്മ വരാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പ,
നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ രോഗിയായാൽ ആദ്യം കരയുന്നത് ആരാ? ഉറപ്പാണ് അമ്മയാണല്ലേ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. നീ കരഞ്ഞാൽ രോഗിയാവുന്നത് നിന്റെ അമ്മയല്ല. ആരാ? അപ്പനാണ്. ഞാൻ രോഗിയായാൽ എൻ്റെ അമ്മ കരയുമെന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ കരയുന്നു എന്നറിഞ്ഞാൽ അറിയാതെ രോഗിയായി തീരുന്നവനാണ് ആര്? അപ്പൻ. ഒരു കുഴപ്പമുള്ളൂ, അമ്മയുടെ കരച്ചിലൊക്കെ ലോകം കാണും. പക്ഷേ കാണാതെ പോകുന്ന ഒരു കരച്ചില് സാധാരണ നിർത്താനാ തരാറുള്ളത്. ഇത് നീട്ടാനാ തന്നേക്കണേ. രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമല്ലേ? നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. ഞാൻ രോഗിയാകുമ്പോ എൻ്റെ അമ്മ കരഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റും, ഉറപ്പല്ലേ? പക്ഷേ ഞാൻ കരയുമ്പോൾ എൻ്റെ അപ്പൻ രോഗിയാവുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പരാജയം, അമ്മയൊക്കെ നമ്മൾ ഇത്തിരി സ്നേഹിക്കും. കാരണം അമ്മ വാരിക്കോരി സ്നേഹം തരാറുണ്ട്. പക്ഷെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാതെ പോണ ഒരാളാരാണ്? അപ്പനാ. കാരണം എന്താ? ഈ പുള്ളി ഇത്തിരി കുഴപ്പക്കാരനാ, ഉള്ള സ്നേഹമൊന്നും പുറത്ത് കാണിക്കില്ല, അല്ലേ? രോഗിയാകുമ്പോൾ അമ്മ കരയുന്നത് കാണും, നമുക്ക് വിഷമാകും, നമ്മൾ അമ്മയെ കെട്ടിപ്പിടിക്കും. പക്ഷേ നിന്റെ കരച്ചിൽ കണ്ടിട്ട് അപ്പൻ രോഗിയാകുന്നത് നിനക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റുകയില്ല. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരിതമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഭൂമിയിൽ അമ്മയെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒരുപക്ഷെ ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റാതെ മൂടി വെച്ചിരിക്കുന്ന ഒരപ്പന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. പലപ്പോഴും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് ആരായിരിക്കും? അപ്പൻ മാത്രമായിരിക്കും. നിങ്ങൾ മനസ്സിൽ വല്ലാതെ ആഴത്തിൽ കോറിയിടേണ്ടുന്നൊരു വാചകമായിട്ട് എനിക്ക് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്താനുള്ള ആ വാക്ക് ഇത് തന്നെയാണ്. നീ കരഞ്ഞാൽ നിന്റെ അമ്മ, നീ രോഗിയായാൽ നിന്റെ അമ്മ കരയും. പക്ഷെ നീ മറക്കരുത്, നീ കരഞ്ഞാൽ രോഗിയായി മാറുന്ന ഒരപ്പൻ നിനക്കുണ്ട്. ജീവിതത്തിൽ അമ്മമാര് ആദരപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്ന ആദരവിനേക്കാൾ ഒരു പടി കൂടുതൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുമോ? എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചന് കൊടുത്ത ബഹുമാനത്തേക്കാൾ ഒരു പടി കൂടുതൽ എൻ്റെ അപ്പനെ ആദരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ജീവിത പങ്കാളികളെ, എമേഴ്സൺ എഴുതിയ വാചകം ഇങ്ങനെയാണ്: അമ്മ വളർത്തിയത് എങ്ങനെയോ അങ്ങനെ തന്നെ മക്കൾ. മാതാപിതാക്കൾ മക്കൾക്ക് വലിയ സാരോപദേശം ഒന്നും കൊടുക്കണ്ട. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ പരസ്പരം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അത് മാത്രം മതി. ഞാൻ ഓസ്ട്രേലിയയിലെ പെർത്തിലായിരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു കൊച്ചു വിളിച്ചു, ഒരു പെങ്കൊച്ച. വാട്സപ്പിൽ വിളിച്ച് അവൾ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛ, എൻ്റെ അപ്പേനെ ഒന്ന് ഉപദേശിക്കാനായിട്ട് പറ്റുമോ? എൻ്റെ അമ്മ നെല്ല് പുഴുങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അപ്പ പിറകെ നടന്നിങ്ങനെ ചീത്ത പറയുക. എൻ്റെ അമ്മയ്ക്ക് വയറുവേദനയായതുകൊണ്ടാണ് നെല്ല് പുഴുങ്ങാതിരുന്നതെന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. പക്ഷേ അപ്പ മാത്രം അത് സമ്മതിക്കില്ല. മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയോളം മക്കളുടെ മനസ്സിനെ
നൊമ്പരപ്പെടുത്തുന്ന മറ്റൊരു കാര്യവും ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിത പങ്കാളികൾ, നിങ്ങൾ സ്നേഹം പരസ്പരം പങ്കുവെക്കുന്നു എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതം കൊണ്ട് മക്കളുടെ ജീവിതത്തിന് ഇത്തിരി മനസ്സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ. ഞാൻ ഒരുപാടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഒരു പരിശുദ്ധ പെരുന്നാളിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ഒരുങ്ങുമ്പോൾ നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കുക, ജീവിതത്തിൽ എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. നമ്മുടെ ജീവിതം കൊണ്ട് ഇത്തിരി സാക്ഷ്യം നൽകാനായിട്ട് സാധിച്ച അത് തന്നെയായിരിക്കും നമ്മുടെ ക്രിസ്തീയതയുടെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് കൂടെ നിൽക്കേണ്ടത്. ഒരുപാടൊന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പറയണില്ല. ജോലി തിരക്കിനിടയിൽ രാവിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു കൗമ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ പറ്റാത്ത എന്ത് തിരക്ക് നമുക്കുണ്ട് അല്ലേ? വേണ്ട, ഇനി ഇളവ് തരാം. ഏറ്റവും മിനിമം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെങ്കിലും ചൊല്ലിയിട്ട് മക്കളെ പറഞ്ഞു വിടുന്ന ശീലം നല്ലതല്ലേ? ആദ്യം കേട്ട വാക്കുണ്ട്, അമ്മ അടിക്കുന്നതെല്ലാം എന്തിനാണ്? അഴുക്ക് കളയാൻ. കണ്ടത് കൊച്ചു കൃത്യമായിട്ട് പറഞ്ഞു. അമ്മ അടിക്കുന്നത് അഴുക്ക് മാറ്റാൻ. ഈ അടിക്കാൻ മറന്നു പോയണ്ടല്ലോ. പണ്ട് ഒരുത്തനെ കോടതി മോഷണത്തിന് പിടിച്ചപ്പോൾ അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. എന്താണ്? അമ്മേ, ഇനിയിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദ്യം കട്ടോണ്ട് വന്നപ്പോ അമ്മ എന്നെ ഒന്ന് അടിച്ചാർന്നെങ്കിൽ ഇപ്പൊ എന്നെ കോടതി ശിക്ഷിക്കില്ല. ജീവിതമൊക്കെ ഒത്തിരി തിരക്കുള്ളതാണ്. ഞങ്ങള് പെർത്തില് മദേഴ്സ് ഡേ ആചരിച്ച സമയത്ത് ഞാനവിടെ ഒരു ബോർഡ് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ഒരു വാചകം എഴുതാം. ഒരുപാട് പേരെഴുതി. ഒരു കൊച്ചു മുടുക്കി വന്നിട്ട് എഴുതിയ വാക്ക് ഇതായിരുന്നു, മൈ മദർ ഈസ് മൈ അലാം ക്ലോക്ക്. എന്നും രാവിലെ ശല്യം ചെയ്ത് വിളിച്ചു വരുത്തുന്നതാണ് ആര്? അമ്മ. ഈ വിളിയൊക്കെ തന്നെയാണ് ജീവിതത്തിൽ നമ്മളെ നേരായിട്ട് കൊണ്ടുപോകണം. സ്നേഹമുള്ളവരെ, പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മക്കൾക്ക് മാതൃകയുള്ളവരാക്കി മാറ്റുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നിനക്ക് നന്മ വരാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കും. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാതെ പോകരുതെന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. ജീവിതത്തിൽ നല്ല അപ്പനും നല്ല അമ്മയുമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിന് നമുക്ക് എവിടെയാണ് സാധിക്കുന്നതെന്ന് ആത്മശോധന നടത്തേണ്ടുന്നത് ആവശ്യമാണ്. ഒരു നിമിഷം എഴുന്നേറ്റ് ഒരു പാട്ടിൻ്റെ ഈരടികൾ ചേർന്ന് പാടിയിട്ട് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. കുറേയും കൂടെ ശ്രദ്ധയോടെ നമുക്കിരിക്കാനായിട്ട് പറ്റും. അറിയുന്ന പാട്ട് ഒരുമിച്ച് പാടാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരനേ നന്ദിയാ.
മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ. എല്ലാവർക്കും ഇരിക്കാം. നിനക്ക് നന്മ വരാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം. മാതാപിതാക്കൾ ജീവിതത്തിൽ ഏർപ്പെടുത്തുന്നതായ അതിരുകൾ, അവർ നമ്മുടെ മുമ്പിൽ വെക്കുന്നതായ വിലക്കുകളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ചില സങ്കടങ്ങളൊക്കെ തരാറുണ്ടെങ്കിലും ആത്യന്തികമായി അതൊക്കെ അനുഗ്രഹത്തിനാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്നത് നല്ലതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ മുടിയൻ പുത്രന്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ യേശുതമ്പുരാൻ ഒരു കുടുംബത്തിന്റെ കഥയാണ് പറയുന്നതല്ലേ. ആ കുടുംബത്തില് എല്ലാവരും ഉണ്ട്, പക്ഷെ ഒരാൾ മാത്രം ഇല്ല. ആരാ ഇല്ലാത്ത? ഒരമ്മ മാത്രം ഇല്ല. യേശു പറഞ്ഞ മുടിയൻ പുത്രന്റെ കഥയിൽ ഒരമ്മയെ കൂടെ കൂട്ടിച്ചേർത്തിരുന്നെങ്കിൽ ആ കഥയുടെ ഗതി തന്നെ മാറിപ്പോകില്ലായിരുന്നോ? ഇല്ലേ? ഇളയ മകൻ പിതാവിനോട് ചെന്ന് തൻ്റെ അവകാശം ചോദിക്കുന്ന സമയത്ത് അവിടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ അപ്പന്റെയും മകന്റെയും ഇടയിൽ കയറി നിന്നേ. അവനെ പറഞ്ഞു പിന്തിരിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റുമായിരുന്നു? അമ്മയ്ക്ക് പറ്റും. ഇനി അമ്മ പറഞ്ഞതും കേൾക്കാതെ ഇവൻ അപ്പനോട് തട്ടിക്കയറി അപ്പന്റെ സ്വത്തും വാങ്ങി കടന്നു പോയാൽ അവൻ എന്നെങ്കിലും തിരിച്ചു വരട്ടെ എന്ന് കരുതി അപ്പനും ചേട്ടനും വീട്ടിലിരിക്കാൻ അമ്മ ഇരിക്കപ്പുറതി കൊടുക്കാറുന്നോ? കൊടുക്കോ? ഇല്ല. എത്ര വഴക്കുണ്ടാക്കി പോയവനാണെങ്കിലും അവനെ തേടിച്ചെല്ലാൻ വേണ്ടി വീട്ടിൽ സ്വൈര്യം കൊടുക്കാതെ അപ്പനെയും മൂത്ത മകനെയും ആര് ശല്യം ചെയ്തേനെ? അമ്മ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആരുണ്ടാവുക? ഒരമ്മ ഉണ്ടായിരിക്കും. ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. ഫുൾട്ടൻ ജെ ഷീന് ആത്മാഭിമാനത്തോടെ അതിലേറെ ആനന്ദത്തോടെ പറഞ്ഞു വെച്ചൊരു വാചകം എന്താണെന്ന് അറിയാമോ? ഞാൻ മരിച്ച് ഭാഗ്യം കൊണ്ട് സ്വർഗരാജ്യത്തിൽ ചെന്ന് പെട്ടാൽ, അത് ഉറപ്പുള്ള കാര്യമൊന്നുമല്ലല്ലോ, എനിക്ക് ഞാൻ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ എൻ്റെ യേശു എന്നോട് പറയുമെന്ന് 100% ഉറപ്പുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാമോ? ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ഇങ്ങനെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യേശുവിനെ കാണുമ്പോൾ യേശു പറയും, എൻ്റെ അമ്മ ഒരു സ്വൈര്യം ഇല്ലാതെ നിന്നെക്കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. അത് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീന്റെ ജീവിതത്തിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ ആഴമായി അഭയപ്പെട്ട ഫുൾട്ടൻ ജെ ഷീന് ഉറപ്പാണ്, തന്നെ കുറിച്ച് തമ്പുരാന്റെ അടുക്കൽ ആര് പറയും? അമ്മ പറയും. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ സഭയിൽ അംഗമായ എൻ്റെയും നിങ്ങളുടെയും
ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ്. നമുക്ക് ജന്മം നൽകിയ ഒരു അമ്മയുണ്ട്, സ്വർഗത്തിൽ മറ്റൊരമ്മ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് എന്ത്? അമ്മയെന്ന് വിളിച്ച് കയറി ചെല്ലാൻ ഒരു വീട് ഉള്ളത്. അമ്മയെന്ന് വിളിച്ച് കയറി ചെല്ലാൻ ഒരു വീട് മാത്രമല്ല, അമ്മയെന്ന് വിളിച്ച് കയറി വരാൻ ഒരു പള്ളിയും നമുക്ക് ഉണ്ട്. സുറിയാനി സഭയുടെ ഏതൊരു പള്ളി പണിതാലും അതിനകത്ത് ഒരു ത്രോണോസ് ആരുടെ നാമത്തിലായിരിക്കും? പരിശുദ്ധ അമ്മയുടെ. ഇതൊക്കെ നമ്മുടെ ഭാഗ്യങ്ങളാണ്. ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൽപ്പറ്റ നാരായണൻ മാഷ് എന്ന് പറയുന്നൊരു കവിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുടെ പേര് തന്നെ ആശ്വാസം എന്നാണ്. എന്തിനെക്കുറിച്ച് എഴുതിയതാണെന്നറിയാമോ? അമ്മയെക്കുറിച്ച് എഴുതിയത്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. എങ്ങനെ ആശ്വാസമാണ്? കവി എഴുതുക, ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം. അമ്മയുണ്ടെങ്കിൽ സമ്മതിക്കോ? അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴ പട്ടിണി കിടക്കാം. ഇനി എനിക്ക് തലമുടി തുവരുന്നത് വരെ തോർത്തേണ്ട. പറ്റുമോ? അമ്മ ജീവിച്ചിരിക്കുമ്പോ ആൾമറയില്ലാത്ത കിണറിന്റെ വക്കിലിരുന്ന് ആവോളം എനിക്ക് ഉറക്കം തൂങ്ങാം. അമ്മയുള്ളപ്പോ പറ്റുമോ? ഇല്ല. കവി കുറെ എഴുതിയിരിക്കുകയാണ്, ഇനി എനിക്ക് എത്തിയേടത്തിരുന്നുറങ്ങാം. ഞാൻ എത്തിയാൽ മാത്രം അണയുന്ന എൻ്റെ വീടിൻ്റെ വിളക്ക് ഇന്നലെ അണഞ്ഞുപോയി. സത്യത്തിൽ ആശ്വാസം എന്ന തലക്കെട്ട് അമ്മ മരിച്ചതിന് എങ്ങനെ യോജിക്കുമെന്ന് നമ്മൾ ആലോചിച്ചേക്കാം. കൽപ്പറ്റ നാരായണൻ മാഷിന്റെ കവിത അമ്മ മരിച്ചതിനെ കുറിച്ച് എഴുതി വെക്കുമ്പോൾ ഇതുവരെ ഈ അമ്മ ചെയ്തു തന്ന ഉപകാരങ്ങൾ, ഈ അമ്മ നിശ്ചയിച്ച അതിരുകളൊക്കെ ഇത്തിരിയേറെ അസ്വസ്ഥതയുണ്ടാക്കിയെങ്കിലും അതിൽ അമ്മ പോയപ്പോൾ വന്നു ഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ അമ്മയുടെ അതിരുകളും അപ്പൻ്റെ വിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തന്നെയാണെന്നുള്ള വലിയ തിരിച്ചറിവാണ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ട് വേണ്ടുന്നത്. പലപ്പോഴും പ്രായമായ മാതാപിതാക്കളൊക്കെ വാറുപൊട്ടിയ വള്ളിച്ചെരുപ്പ് പോലെ വീടിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോകുന്ന ചില ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇനിയുള്ള കാലം നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടെ വെളിച്ചമുണ്ടാകേണ്ടുന്നത് ആവശ്യമാണ്. ജീവിതത്തിൽ അവരില്ലായിരുന്നെങ്കിൽ നമ്മളില്ലായിരുന്നു എന്ന അവബോധമാണ് നമ്മളെ വഴി നടത്തേണ്ടുന്ന ആത്മീയതയുടെ അടിസ്ഥാന പ്രമാണം. പലപ്പോഴും സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പറ്റിയ പരാജയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ആചാരങ്ങളുടെ മാത്രം പിന്നാലെ പോയി. ഈ ആചാരങ്ങൾ അർത്ഥമില്ലാത്തവയല്ല, അതിൻ്റെ പിന്നാലെ പോകുന്നത് അനുഗ്രഹം നൽകാതെയും പോകുന്നതല്ല. സുറിയാനി സഭയുടെ പുണ്യപ്പെട്ട പിതാക്കന്മാര് ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏർപ്പെടുത്തിയ എല്ലാ ആചാര അനുഷ്ഠാനത്തിൻ്റെയും പിന്നിൽ ഒരാത്മീയ സത്യവും ആ ആത്മീയ സത്യത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില മൂല്യങ്ങളുമുണ്ട്. ഈ മൂല്യങ്ങളെ മറന്നു പോയതാണ് നമുക്ക് പറ്റിയ പരാജയം. അതുകൊണ്ട് ഈ ഞായറാഴ്ചയിലെ നമ്മുടെ കൂടി വരവ് നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഷ്ഠിക്കുന്ന ഓരോ ആചാരങ്ങളുടെയും അർത്ഥതലങ്ങളെ മനസ്സിലാക്കാനുള്ള, അതിനെ തിരിച്ചറിയാനുള്ള ഒരവബോധത്തിലേക്ക് വഴി നടത്താൻ ഇടയായിത്തീരണം. അപ്പോഴാണ്
ജീവിതത്തിന് അനുഗ്രഹമുണ്ടാവുക എന്ന തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ലാതെ പോവുക. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ഇടവകയുടെ മുൻവികാരിയായിരുന്ന എത്രയും ബഹുമാനപ്പെട്ട റെജി പോൾ അച്ഛൻ കാരക്കൊല്ലി പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൻവശത്ത് നിന്ന് കുട്ടികൾ വർത്തമാനം പറയാൻ തുടങ്ങി. സാധാരണ ഞങ്ങൾ അച്ഛന്മാരുടെയൊക്കെ ഒരു BP കൂടുന്ന സമയമാണത്. കുർബാനക്കിടയിൽ ആളുകൾ വർത്താനം പറഞ്ഞ എത്ര ശാന്തനായ അച്ഛനാണെങ്കിലും ഇത്തിരി BP ഒക്കെ കൂടും. അച്ഛൻ കുർബാന ചൊല്ലുന്നതിനിടയിൽ കുട്ടികൾ വർത്താനം പറഞ്ഞപ്പോൾ അച്ഛൻ കുർബാന ചൊല്ലുന്നത് അങ്ങ് നിർത്തി. അപ്പോൾ കുട്ടികളുടെ ഒച്ച കുറെ കൂടെ ഉച്ചസ്ഥായിയിലായി. പിറകിൽ നിന്ന് ഏതോ പ്രായമായ വല്യപ്പച്ചൻ വന്ന് പിള്ളേരുടെ ചെവിക്ക് പിടിച്ച് 2 കിഴുക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും നിശബ്ദരായി. പള്ളിയകം പിൻ ഡ്രോപ്പ് സൈലൻസ്. അച്ഛൻ കുർബാന പുനരാരംഭിച്ചു. കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ഇത്തിരി തൻ്റെ ഇടത്തോടെയാണ്. അച്ഛൻ തന്നെ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: ഇവന്മാരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചല്ലോ എന്ന ഭാവത്തിൽ പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി വന്ന് പള്ളിമുറി പോയി കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക. കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട്. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വർത്തമാനം പറഞ്ഞത് 2-3 തലേക്കല്ലന്മാർ പള്ളിമുറിയിലേക്ക് കയറി വന്നിട്ട് അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു. ചോദ്യം എന്തായിരുന്നു അറിയാമോ? അച്ഛാ, ഇന്ന് കുർബാന മറന്നുപോയില്ലേ? അച്ഛൻ പറഞ്ഞു, നീയാടാ എൻ്റെ മൽപ്പാൻ. സെമിനാരി പോലെ തന്നെ ഇത്ര നന്നായിട്ട് ആരും പാഠം പഠിപ്പിച്ചില്ല. അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവ് ഇല്ലാതെ പോകും. അപ്പൻ ആരാണെന്നറിയാം, പക്ഷേ അപ്പൻ ആരാണെന്നുള്ള അറിവ് ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ വഴി നടത്തണില്ല. അമ്മ ആരാണെന്നറിയാം, അമ്മയെ എങ്ങനെ ആദരിക്കണമെന്ന തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ പോകുക. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ദൈവം ആരാണെന്ന് അറിയുന്നത് എങ്ങനെ അറിയണം? മുല കുടിക്കുന്ന കുഞ്ഞ് അമ്മയെ അറിയുന്നത് പോലെ അറിയണം. മുല കുടിക്കുന്ന കുഞ്ഞിന് അമ്മയെ കുറിച്ചുള്ള അറിവുകൾ വട്ടപ്പൂജ്യം അല്ലേ? അമ്മയുടെ പേരറിയോ? നാടറിയോ? വീട്ടുപേരറിയോ? ഒന്നും അറിയില്ല. പക്ഷെ ആരെ അറിയാം? അമ്മയെ അറിയാം. പക്ഷെ നമുക്ക് പറ്റിയ പരാജയം എന്താണ്? ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയാം നമുക്ക്, അല്ലേ? യേശുവിനെ കുറിച്ച് നമുക്ക് അറിയാത്ത എന്താ ഉള്ളത്? ഒരു PhD എഴുതാനുള്ള തിസീസിന് വരെ നമ്മൾ റെഡിയാണ്. പക്ഷെ ദൈവത്തെ അറിയോ? അവിടെയാണ് വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ അറിവുകൾ തിരിച്ചറിവിലേക്ക് വഴി നടത്തണം. എന്താ വ്യത്യാസം? ഇതൊരു മൈക്കാണെന്നുള്ളത് എനിക്ക് കിട്ടിയ അറിവാണ്, ഇല്ലേ? ഈ മൈക്ക് ഇതിൻ്റെ മുന്നിൽ നിന്ന് പതുക്കെ പറഞ്ഞാലും ഉറക്കെ കേൾക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കുള്ള തിരിച്ചറിവാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കെ കേൾക്കുമെന്ന് കരുതി വിഷമിക്കുന്നത് വരെ പറയാൻ പാടില്ല എന്നുള്ളത് എനിക്കുണ്ടാകേണ്ട ബോധമാണ്. അതുകൊണ്ട് ഇത്രയും കൂടെ പറഞ്ഞ് നിർത്തുക, അല്ലേ? അറിവും തിരിച്ചറിവും അവബോധത്തിലേക്ക് വഴി നടത്തുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുക. എൻ്റെ മുന്നിലിരിക്കുന്ന ആള് ആരാണെന്നറിയാൻ, ആ ആളെ തിരിച്ചറിയാൻ, ആ തിരിച്ചറിവ് എന്നെ ഒരു അവബോധത്തിലേക്ക് വഴി നടത്തണം. ആത്മീയതയുടെ പരാജയം ദൈവത്തെ അറിയേണ്ടുന്നത് പോലെ അറിയാനും, അറിഞ്ഞ അറിവുകൾ തിരിച്ചറിവിലേക്ക് വഴി നടത്താതെ തിരിച്ചറിവുകൾ നമുക്ക് അവബോധങ്ങളും ഉൾക്കാഴ്ചകളും നൽകാതെ പോകുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തെ അതിന് സഹായകരമാക്കി തീരട്ടെ എന്ന് മാത്രം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് എഴുന്നേക്കാം, കേട്ട വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമാപിപ്പിക്കാം. കണ്ണുകളെ അടയ്ക്കാം. മനസ്സിനെയും ചിന്തകളെയും കാൽവരിയുടെ മഹോന്നതങ്ങളിൽ കാരിരും പാണികളാൽ തടയപ്പെട്ട് കിടക്കുന്ന
കാരുണ്യവാനായ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഏകാഗ്രമാക്കാം. ഒരു നിമിഷം മറ്റെല്ലാ ചിന്തകളെയും നമുക്ക് മാറ്റിവെക്കാം. കേട്ട വചനത്തിനനുസരിച്ച് നമ്മുടെ മനസ്സാക്ഷിയെ ഒന്ന് പുനഃപരിശോധിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുക, വിനയത്തോടെ ആയിരിക്കുക. ഈ സമയം നമുക്ക് വേർതിരിക്കാം. നിനക്ക് നന്മ വരാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കേട്ടതായ ദൈവീക പ്രബോധനം അതായിരുന്നു. സ്വന്തം മനസ്സാക്ഷിയോട് സ്വയം ഒരു ചോദ്യം ചോദിക്കാനാവുമോ? എൻ്റെ അപ്പനെയും അമ്മയെയും അർഹിക്കുന്ന ആദരവും അംഗീകാരവും കൊടുത്താണോ അനുദിന ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്നത്? ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മാതാപിതാക്കളുടെ മിഴി നനയാൻ, മനസ്സ് വേദനിക്കാൻ, ഹൃദയം വിങ്ങിപ്പൊട്ടാൻ ഞാൻ കാരണക്കാരനായി തീർന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എളിമയോടെ നമുക്ക് ദൈവത്തോട് ഏറ്റുപറയാം. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇന്നു മുതൽ ഇനിയുള്ള കാലം കുറച്ചുകൂടെ സ്നേഹത്തോടെ, കുറെ കൂടെ കരുതലോടെ നമുക്കവരെ ചേർത്ത് പിടിക്കാം. എല്ലാ ദിവസവും സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞ്, കരുതലിൻ്റെ ഒരു തലോടൽ നൽകി നമുക്കവരെ കൂടുതൽ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കാം. ജന്മം കൊടുത്ത മക്കളെ നമ്മൾ തല്ലി നോവിച്ചിട്ടില്ല, നുള്ളി വേദനിപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അരുതുകളെ വെച്ചിട്ടില്ലാതെ പോയെങ്കിൽ, അവരുടെ ജീവിതത്തിൽ അഴുക്ക് പുരണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാരണക്കാരാണെന്ന് മറന്നു പോകരുത്. ജീവിതത്തിൽ മക്കളെ നേർവഴിയിൽ നടത്താൻ ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാം. എൻ്റെ അമ്മ അടിച്ചതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ അഴുക്കുകളെ ഇല്ലാതെ പോകാൻ വേണ്ടിയാണെന്ന് നമുക്ക് ഈ നിമിഷം തിരിച്ചറിയാം. ഒരു പുരോഹിതൻ്റെ ജീവിതാനുഭവം വീഡിയോയിലൂടെ കണ്ടപ്പോൾ ആ പുരോഹിതൻ അവസാനമായി ഉച്ചരിച്ച വാക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നായിരുന്നു. ദൈവമേ, ജീവിതാന്ത്യത്തിൽ എൻ്റെ വായിൽ നിന്ന് അവസാനമായി വരുന്ന വാക്ക് ഏതായിരിക്കാമെന്ന് ആത്മശോധന നടത്താം. ജീവിതാന്ത്യം എന്നെന്നും എപ്പോഴെന്നും അറിയാത്തത് കൊണ്ട് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നല്ലതായി നിലനിർത്തുക മാത്രമേ സാധിക്കുകയുള്ളൂ. മുടിയൻ പുത്രൻ്റെ കഥയിൽ ഒരമ്മയുണ്ടായിരുന്നെങ്കിൽ ആ കുടുംബം അങ്ങനെയാവില്ലായിരുന്നു. നമ്മുടെ വീടുകളിൽ അമ്മമാര് ഇല്ലാതെ പോകരുത്. അമ്മേ എന്ന് വിളിച്ച് കയറി ചെല്ലാൻ ഒരു വീടും ഒരു പള്ളിയും ഉണ്ടെന്നുള്ളത് ഭാഗ്യമാണ്.
സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ ഒരമ്മയുണ്ട്. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി എന്ന കവിവാക്യം ആ കവിയുടെ ജീവിതത്തിൻ്റെ വലിയ വേദനകളെ തന്നെയാണ് വെളിപ്പെടുത്തിയത്. അമ്മയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ അറിയാതെ നമ്മൾ പറയാതെ പോകരുത് അപ്പനെക്കുറിച്ച്. ആഴത്തിൽ മനസ്സിൽ കോറിയിടണം. നീ രോഗിയാകുമ്പോൾ കരയുന്നവളാണ് നിന്റെ അമ്മയെങ്കിൽ നീ കരയുന്നത് കാണുമ്പോൾ രോഗിയായി മാറുന്നവനാണ് നിന്റെ അപ്പൻ. അപ്പനെ സ്നേഹിക്കണമെങ്കിൽ അമ്മ അവനെ ആദരിക്കണം. നിന്റെ ജീവിത പങ്കാളിക്ക് നീ അർഹിക്കുന്ന ആദരവ് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ മനസ്സിൽ പോലും അതേ പാപമാണെന്ന് തിരിച്ചറിയുക. അമ്മ വളർത്തിയതെങ്ങനെയോ അങ്ങനെ തന്നെ മക്കളും. അവസാനമായി നമ്മൾ കേട്ടു, അറിവല്ല തിരിച്ചറിവാണ് നമുക്കാവശ്യം. അറിവ് തിരിച്ചറിവിലേക്കും തിരിച്ചറിവ് അവബോധത്തിലേക്കും നയിക്കണം. മുല കുടിക്കുന്ന കുഞ്ഞ് അമ്മയെ അറിയുന്നത് പോലെ നമ്മുടെ ദൈവത്തെ അറിയാൻ ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ. നിനക്ക് നന്മ വരാൻ, നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം. ഇന്ന് വരെ സ്നേഹിച്ചതിനേക്കാൾ ഒരു പടി കൂടുതൽ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ, സ്ഥാനത്തെയും മാനത്തെയും മാനിക്കാൻ, ജീവിതത്തെ വിശുദ്ധിയിൽ നിലനിർത്താൻ, വിശ്വാസത്തിൽ ബലപ്പെടുത്താൻ, വിനയത്തിൽ സൂക്ഷിക്കാൻ ഈ വിശുദ്ധമായ ദിവസവും ഈ ദൈവീക ചിന്തകളും നമ്മെ സഹായിക്കാൻ ഇടയാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും പരിശുദ്ധനുമായ ദൈവമേ, കേട്ട വചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധയായ ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപയാ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ അവിചാരിതമായിട്ടാണെങ്കിലും നമുക്കൊരുമിച്ച് കൂടുവാൻ സാധിച്ചു. ഏറെ സ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്നോട് പലരും പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എപ്പോഴാണ് അച്ഛൻ ദുബായ് പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്? ഇതുവരെ ഞാനിവിടെ വികാരിയായിട്ടിരുന്നില്ല, പിന്നെ എന്താണ് ഈ പള്ളിയോട് ഇത്ര അടുപ്പമെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലും ഈ ഇടവക വളരെ സ്നേഹത്തോടെ എന്നോട് ചേർന്ന് നിന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. പല കാര്യങ്ങളിൽ ഈ ഇടവക എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് സ്നേഹവും കരുതലും നൽകിയതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ട് വാക്കുകളില്ല. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും കാണിക്കുന്ന കരുതലിനും ഹൃദയത്തിൽ തൊട്ട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോയ സമയത്ത് ചില യാത്രാ തടസ്സങ്ങളൊക്കെ നേരിട്ടപ്പോൾ ഈ ഇടവകയാണ് ഒരു മടിയുമില്ലാതെ വളരെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചത്. തിരിച്ച് പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ട സോജനച്ചനും ഈ ഇടവകയുടെ ഭരണസമിതിയും ദൈവമക്കളായ നിങ്ങൾ വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുകയും വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരികയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛനോടും ഇടവകയുടെ ദൈവമക്കൾ, ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരെയുണ്ട്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.
നാളെ കഴിഞ്ഞ് 4 മണിക്ക് ഡമാസ്കസിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയുണ്ടാകണം. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. ബലഹീനനായ എൻ്റെ പ്രാർത്ഥനയിൽ ഈ ഇടവകയും ദൈവമക്കളായ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് മാത്രം സ്നേഹത്തോടെ അറിയിക്കുന്നു. ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. വാക്കുകൾ കൊണ്ട് നന്ദി പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു തന്നതിനൊന്നും പകരമാവില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നിങ്ങളെ ദൈവസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അയ്പങ്ങളൊക്കെ പല കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തു തരാൻ വേണ്ടി വിസ എടുക്കുന്നതിനും ടിക്കറ്റുകൾ ക്രമീകരിക്കുന്നതിനുമൊക്കെ അങ്ങോട്ടുള്ള യാത്രയിലും ഇങ്ങോട്ടുള്ള യാത്രയിലും കുറേ പേര് 6-7 പേര് അതിനു വേണ്ടി കുറേ ദിവസങ്ങൾ തന്നെ അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് മെനക്കെടേണ്ടതായി വന്നിട്ടുണ്ട്. എല്ലാം വളരെ സ്നേഹത്തോടെ ഞാനിതൊക്കെ ബുദ്ധിമുട്ടായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാക്കെന്നെ വല്ലാതെ സ്വാധീനിച്ചു. അച്ഛൻ ഞങ്ങളുടെ അച്ഛനല്ലേ. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ഛൻ എന്ന് കേൾക്കുന്നത്. ഇത് സാധാരണ വികാരിയായി വരുന്ന അച്ഛന്മാർക്കാണ് കേൾക്കുക. ട്രാൻസ്ഫർ കൽപ്പന കിട്ടുന്ന അന്ന് ആ വിശേഷണവും ചത്തുപോകാറുണ്ട്. ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു സൗഭാഗ്യവും സന്തോഷവും മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ ഞങ്ങളുടെ അച്ഛനാണെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ ദൈവമക്കൾ തന്നെയാണ്. അതുകൊണ്ട് അച്ഛനും മക്കളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ട സോജനച്ഛൻ എപ്പോഴും ഒരു സഹോദരനെ പോലെ നിറഞ്ഞ സ്നേഹത്തോടെ കൂടെ നിന്നു. എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം മാറ്റിവെച്ച് നിങ്ങൾ കൂടി വന്നു. വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ഗായക സംഘം ഒരു